എനിക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ എല്ലാവരും ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നതോടൊപ്പം സ്വന്തമായിട്ട് കൂടെ ജീവിക്കാൻ എല്ലാവരും പഠിക്കുക. പല സ്ത്രീകളെന്നല്ല, ഇന്ന് പുരുഷന്മാരെ എടുത്ത് നോക്കിയാൽ എല്ലാവരും ജീവിക്കുന്നത് കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഫാമിലിക്ക് വേണ്ടിയിട്ടൊക്കെ ജീവിക്കുന്നു. സ്വന്തമായിട്ട് ജീവിക്കാൻ എല്ലാവരും മറക്കുന്നുണ്ട്. അതല്ല, പിന്നെ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിവാഹം മാത്രമല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ വലുതെന്ന് പറയുന്നത്. അവൾക്ക് എഡ്യൂക്കേഷനുണ്ട്, അവൾക്ക് മുന്നോട്ടുള്ള ഒരു ലൈഫുണ്ട്, ജോലിയുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു കുട്ടിയെ പ്രാപ്തരാക്കുക, അതാണ് ഏറ്റവും വലുതായിട്ട് ചെയ്യേണ്ടത്. അപ്പം എനിക്കൊരു മകനാണ് ഉള്ളത്. അവൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ PG ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്, എടാ നിന്നെ ഞാൻ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ എനിക്കും കൂടെ വേണ്ടി ജീവിക്കുന്നുണ്ട്. അവന് വേണ്ടി മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ അവൻ നാളെ എന്നെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഞാനിരുന്ന് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ലൈഫ് ഞാൻ ആർക്ക് വേണ്ടിയിട്ടും വിട്ടുകൊടുത്തിട്ടില്ല, അതെനിക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. അതെല്ലാവരും ഓർക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷകരമായിട്ടുള്ളൊരു ലൈഫ് കിട്ടും.